പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഹാരിയും സോമിയും. ഈ കഥ കേൾക്കൂ. കാട്ടിലെ കൊമ്പനായ ഹാരിയും സോമി പിടിയാനയും എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന ദമ്പതികളായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിലും അവരുടെ ജീവിതം ഒരിക്കലും വിരസമായിരുന്നില്ല. കാരണം അവർ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുമായിരുന്നു. ചേട്ടൻ ഇന്നലെ എനിക്ക് കൈതപ്പൂ കൊണ്ടുവന്നു തന്നില്ല, സോമി മുഖം ചുളിച്ചു പറയും. അത് മറന്നുപോയി, പക്ഷെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഹാരി ചിരിച്ചുകൊണ്ട് മറുപടി പറയും. അങ്ങനെ പിണങ്ങിയും ഇണങ്ങിയും സ്നേഹത്തോട് ജീവിച്ചിരുന്ന ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന വ്യക്തി ഉണ്ടായിരുന്നു. അവരുടെ സുഹൃത്തും ആനക്കൂട്ടത്തിലെ ബുദ്ധിമാനുമായ അപ്പു. ഹാരിയും സോമിയും പിണങ്ങിയാൽ അപ്പു ചിരിച്ചുകൊണ്ടുവരും. ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ കാട്ടിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ദുഃഖമാകും എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ അവരുടെ പിണക്കം മാറ്റും. അവരുടെ വിവാഹ വാർഷിക ദിനത്തിന് തൊട്ടുമുമ്പ് നിസ്സാര കാര്യത്തിന് ഹാരിയും സോമിയും വീണ്ടും പിണങ്ങി. ഇത് കണ്ട് അപ്പു ആലോചിച്ചു, ഇവരൊത്തുചേരാൻ ഒരു സർപ്രൈസ് വേണമല്ലോ. അവൻ ഉറപ്പിച്ചു. അപ്പു രഹസ്യമായി 2 സമ്മാനങ്ങൾ ഒരുക്കി. ഒന്ന് ഹാരിക്ക്, മറ്റൊന്ന് സോമിക്ക്. എന്നാൽ സമ്മാന പൊതികൾ മാറ്റിയാണ് കൊടുത്തത്. വിവാഹ വാർഷിക ദിനം രാവിലെ അപ്പു അവർക്ക് സമ്മാനങ്ങൾ നൽകി. ഹാരിയും സോമിയും ചിരിച്ചുകൊണ്ട് സമ്മാനങ്ങൾ തുറന്നു. സോമിയുടെ പൊതിയിൽ കൊമ്പിൽ ചുറ്റാൻ പാകത്തിന് മനോഹരമായ അലങ്കാര പട്ടുശീല. ഹാരിക്ക് കിട്ടിയതാകട്ടെ പൂക്കളാൽ അലങ്കരിച്ച ഒരു കിരീടം. തങ്ങൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ നോക്കി രണ്ടുപേരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. ഇത് നിനക്കുള്ളതല്ലേ? ഹാരി പറഞ്ഞു. നിങ്ങൾക്കുള്ളത് ഇതല്ലേ? സോമി മറുപടി നൽകി. അവർ സമ്മാനങ്ങൾ തമ്മിൽ കൈമാറി. ഒപ്പം ചിരിയും. സന്തോഷം നിറഞ്ഞ ആ നിമിഷത്തിൽ അവരുടെ പിണക്കം പൂർണ്ണമായി അലിഞ്ഞുപോയി. അപ്പു അത് കണ്ട് ആഹ്ലാദത്തോടെ പറഞ്ഞു, സമ്മാനങ്ങൾ മാറിപ്പോയാലും സ്നേഹം മാറരുതേ. അവസാനം ഹാരിയും സോമിയും ചേർന്ന് അവരുടെ വിവാഹ വാർഷിക കേക്ക് മുറിച്ചു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ കൈയടിച്ചു. അന്നു മുതൽ അവർ പിണങ്ങിയാൽ അപ്പുവിൻ്റെ സർപ്രൈസ് ഓർമ്മയുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ മറ്റേയാൾ ചിരിച്ചുകൊണ്ട് തന്നെ പിണക്കം മാറ്റി സ്നേഹത്തോടെ പറയും. ചിരിയുണ്ടെങ്കിൽ പിണക്കം പോലും മധുരമാകും അല്ലേ? അതെ, അടുത്തയാൾ ചിരിക്കും.